നമസ്തേ. യഥാർത്ഥത്തിൽ മരിച്ചു പോയിട്ടുള്ളവർ നമ്മളിൽ നിന്ന് പോയിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ്. യുക്തിപരമായിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനെ ഒരു സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ ഒരു മിറക്കിൾ ലെവലിൽ ഉള്ളതിനപ്പുറത്തേക്ക് നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥകൾ എന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നഷ്ടം ശരീരത്തിൻ്റെതാണ്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ചില ശാസ്ത്രീയ സംവിധാനങ്ങളിലൂടെയൊക്കെ ബോഡി പ്രിസർവ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് പ്രകൃതിയുടെ ആ ഒരു രീതി എങ്ങനെയാണ്? മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബോഡി പതിയെ ഇല്ലാണ്ടായി പോവുകയാണ്, അഴുകി പോവുകയാണ്. അപ്പോൾ അത് വളരെ കാലങ്ങൾക്ക് ശേഷം അത് അശേഷമില്ലാതാകുന്നു, അല്ലെങ്കിൽ ചിലരത് ചിതാഭസ്മം എന്നുള്ള അവസ്ഥയിലേക്ക് മാറുന്നു. എന്തുതന്നെയാണെങ്കിലും ഈ ശരീരമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് വിട്ടുപോകുന്നത്. അവൻ നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള പാഠങ്ങൾ, ഓർമ്മകൾ, ഇതൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ്. ഞാനതിനെ ഒരു ഒറ്റ വാക്കിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ മരിച്ചു പോകുന്ന സമയത്ത് ആ വ്യക്തിയുടെ ശരീരം പോയി, പക്ഷെ ആ വ്യക്തി ഉണ്ടാക്കിയതായിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് നമ്മളിൽ നിലനിൽക്കുകയാണ് എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരമാണ് നമ്മളെ വിട്ടുപോയത്, പക്ഷേ ജീവിതത്തിൽ നിന്ന് ആ വ്യക്തി പോയിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ്. രണ്ടാമതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഒരു വ്യക്തി നമ്മളിൽ നിന്ന് പോയി എന്ന് പറയുമ്പം അഭാവമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അയാളുടെ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒഴിഞ്ഞ കട്ടിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒഴിഞ്ഞ കസേര, എപ്പോഴും അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അവരെ ഓർമ്മ വരും. ചിലപ്പോൾ ഒരു വാഹനമായിരിക്കാം, എന്തു തന്നെയുമായിരിക്കാം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയാണ്. ചിലപ്പോൾ അത് അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതുപോലെ വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം, ഒരു പേരൻ്റൽ ഫിഗർ ആയിരിക്കാം. എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ച, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്തൊക്കെ നമുക്ക് മാർഗനിർദ്ദേശം പറഞ്ഞു തരികയും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തി തന്നെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് അഭാവം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ അഭാവം ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തി ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യുമായിരുന്നു, എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമുക്ക് ആ വ്യക്തിയിൽ നിന്നുള്ള ഒന്നും നമുക്കിപ്പോൾ കിട്ടുന്നില്ലല്ലോ, അഭിപ്രായങ്ങൾ കിട്ടുന്നില്ലല്ലോ, ഡയറക്ഷൻസ് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രപഞ്ചം നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. അപ്പോൾ ആ വ്യക്തിയുടെ അഭാവത്തിൽ ആണെങ്കിൽ പോലും നമുക്ക് മുന്നോട്ട് പോയേ മതിയാവുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചം ആ വ്യക്തി നമുക്ക് തന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ വേണ്ടി നമ്മുടെ ആത്മാവിനെയും കൂടി അതുപോലെ നമുക്ക് മുന്നേ സഞ്ചരിച്ച ഒരു ആത്മാവിൻ്റെ അവസ്ഥയിലേക്ക് ഉയർത്താൻ വേണ്ടി പ്രപഞ്ചം തരുന്ന ഒരു ലെസൺ പോലെ, അല്ലെങ്കിൽ അതാണ് ആ അഭാവം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ശരീരം പോയെങ്കിലും സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ വ്യക്തിയുടെ അഭാവമാണെങ്കിലും നമുക്ക് ഇൻഫ്ലുവൻസ്, നേരത്തെ പറഞ്ഞ പോലെ ഈ സ്വാധീന ശക്തി, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ അവിടെ കർമ്മം ചെയ്യേണ്ടത്, ആ വ്യക്തി ഇന്നില്ലെങ്കിലും അയാളുടെ കർമ്മം നമ്മളിലൂടെ തുടരുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ അവനില്ലാത്തിടത്ത് നിങ്ങൾ തന്നെ അവനായിട്ട് മാറേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായേക്കാം. മുൻപ് നമ്മുടെ ജീവിതത്തിൽ ഈ വ്യക്തി ജീവിച്ചിരുന്ന കാലത്ത് നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സഹായം ഇനി അങ്ങനെ വരില്ല, അല്ലെങ്കിൽ അത് കൈപിടിച്ച് നമ്മളോടൊപ്പം ഇല്ല ആ വ്യക്തി. അത് നമ്മൾ മനസ്സിലാക്കുകയാണ്. പക്ഷേ എന്തുണ്ടാകും, അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കൂടുതൽ ക്ലാരിറ്റി നമുക്ക് തരും എന്നുള്ളതാണ്. ചില അവസരങ്ങളിൽ നമ്മൾ അദ്ദേഹത്തിനെ പ്രതി തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുൻപ് ഉണ്ടായിരുന്ന സഹായങ്ങൾ നിർത്തപ്പെടുകയല്ല, അതൊക്കെ രൂപം മാറിയിട്ട് വരികയാണ്, നമ്മളെ കൂടുതൽ സെൽഫ് റിലയന്റ് ആക്കി മാറ്റുകയാണ്. നല്ല വ്യക്തികളുടെ സ്വാധീനം അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ജീവിച്ചിരുന്നപ്പോൾ നീതിമാനായിട്ടുള്ള വ്യക്തി, സ്നേഹം, കരുണ, പ്രൊട്ടക്ഷൻ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തതായിട്ടുള്ള വ്യക്തി അവരുടെ മൂല്യം നമ്മളിൽ തന്നെ നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല ആളുകൾ ഇല്ലാതെ ആകുന്നില്ല, അവർ കൂടുതൽ പ്രാധാന്യമുള്ളവരായിട്ട് മാറുകയാണ്. ആ പ്രാധാന്യം നമ്മളിലൂടെ നടപ്പാക്കപ്പെടുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ ഒരു സാന്നിധ്യമായിരിക്കാം. നമ്മൾ ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഉണർന്നിരിക്കുമ്പോഴോ ജീവിതത്തിൽ വളരെയധികം വൈകാരികമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്തോ ഒക്കെ അവർ അടുത്തുള്ളതായിട്ട് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാനുള്ള സാധ്യത വളരെയധികമാണ്. പ്രതിസന്ധികളിലൊക്കെ ഒരുപാട് സമയം നമ്മുടെ സപ്പോർട്ടായിട്ട് ഉള്ളതുപോലെ നമുക്ക് തോന്നുമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു മെമ്മറി ആയിരിക്കാം, ഒരു ബിലീഫ് ആയിരിക്കാം, പക്ഷേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് നമ്മളെ താങ്ങി നിർത്താനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാണാൻ കഴിയാത്തത് ഇല്ല എന്നുള്ളതിന്റെ തെളിവല്ല. യഥാർത്ഥത്തിൽ നീതി നടപ്പാക്കുന്നത് ആത്മാവല്ല, ഈ വ്യക്തികൾ നമ്മളിൽ നിക്ഷേപിച്ചിട്ടുള്ള ബോധത്തിന്റെ ബാക്കി തന്നെയാണത്. നമുക്ക് അവരിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള വാല്യൂസ്, അതാണ് നമ്മളെ തെറ്റിൽ നിന്ന് തടയുന്നത്. അവരില്ലെങ്കിലും അവരുടെ തീരുമാനങ്ങൾ നിങ്ങളിലൂടെ നടത്തപ്പെടും എന്നുള്ളതാണ്. അവസാനമായിട്ട് പറയുകയാണ്, അവർ നമ്മളെ കൈവിട്ട് പോയിട്ടില്ല, നമ്മളിൽ നിന്ന് പോയിട്ടില്ല, അവർ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ നീതിയോടുകൂടിയും കരുണയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും മുന്നോട്ട് പോകുന്ന സമയത്ത്
നമ്മൾ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അവർ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. ചിലർ മരിക്കുന്നില്ല, അവർ നമ്മളിലൂടെ ജീവിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി അത്ര ഇമ്പാക്റ്റ്ഫുൾ ആണെങ്കിലാണ് നമുക്ക് പിന്നീട് നമുക്ക് ശേഷമുള്ള ആൾക്കാരിലും ഈ ഒരു ഇൻഫ്ലുവൻസ് ബാക്കി വെക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ നെഗറ്റീവായിട്ടുള്ള കുറേ ഓർമ്മകളും കുറേ അത്യാഗ്രഹങ്ങളും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മൂല്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ, കൂടുതൽ ഉയരങ്ങളിലേക്ക് എന്നാശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.